വളരെ കോമൺ ആയിട്ട് നീറ്റ് ഫിസിക്സ് എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാഫിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. ഗ്രാഫിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഒരു SHM എക്സിക്യൂട്ട് ചെയ്യുന്നു. SHM എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മുടെ മനസ്സിൽ വരണം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കുലർ t = 2 സെക്കൻഡ്സ്. ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന പേര് കേട്ടാൽ എന്താ നമ്മുടെ മനസ്സിൽ വരേണ്ടത്? ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര നെഗറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്? ഒരു പോസിറ്റീവ് ഓപ്ഷൻ, ബാക്കി 3 നെഗറ്റീവാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഓപ്ഷൻ്റെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഇനി 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എക്സ് ആക്സിസും വൈ ആക്സിസും പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക. എക്സ് ആക്സിസും വൈ ആക്സിസും രണ്ടും SI യൂണിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്രാഫ് തുടങ്ങിയിരിക്കുന്ന ഒറിജിനിൽ നിന്നാണ്. അതുകൊണ്ട് ഫേസ് ഫാക്ടർ എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ 1 ആംപ്ലിറ്റ്യൂഡായ സൈൻ ഫംഗ്ഷൻ സൈൻ ഒമേഗ ടി പ്ലസ് 0, ഫേസ് ഫാക്ടർ 0 ആയി. ഇനി ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ ഇതിനെ നമുക്ക് ഒമേഗ എന്ന് പറയുമ്പോൾ എന്താ? 2π ടൈം പീരീഡ്. ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കിട്ടും? ടൈം പീരീഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇതിൽ 8 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് 8 സെക്കൻഡ് ഇടുമ്പോഴേക്കും π/4 കിട്ടി. ഇനി π/4 നമുക്ക് ഇനി പൊസിഷനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് സൈൻ ഒമേഗ ടി. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സിമ്പിളായിട്ട് ഡെറിവേറ്റ് എടുക്കും. -ω² വരുന്നു. ഈ ω² ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് π² അതായത് π² - 16 വിത്ത് നെഗറ്റീവ് സൈൻ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ഉത്തരം.